പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത്രക്കും പ്രാധാന്യത്തോടെ. വെറും ഒരു ആയിഷ ബീവിന്റെയും റസൂലുള്ളാഹിന്റെയും ഓട്ട മത്സരം മാത്രമല്ല അത് സംബന്ധമായി പറയാനുള്ളത്. ഖുർആനിലും ഹദീസിലൊക്കെ കായിക ശക്തിയുടെ പ്രാധാന്യം തന്നെ ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുന്നത് ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന, അള്ളാഹു ശക്തനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നമുക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ എത്തിച്ചു തരാനുള്ള മധ്യവർത്തിയായി നിലകൊണ്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി ഖുർആനിൽ ജിബ്രീൽ അലൈഹിസ്സലാം ശക്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് അള്ളാഹു ദൗർബല്യത്തിന് ശേഷം ശക്തി നൽകി. വജഅല ലക്കും മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, അങ്ങനെയും ഖുർആനിൽ കാണാം. അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ കായിക പ്രസക്തി പ്രതിപാദിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ആരോഗ്യശേഷിയില്ലാത്ത മുഅ്മിനിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യശേഷിയുള്ള മുഅ്മിനിനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറയാൻ കാരണം. ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളൂ. നിസ്കാരമാണെങ്കിൽ, നോമ്പ് വേണമെങ്കിൽ, മറ്റെല്ലാ ആരാധനകൾക്കും ആരോഗ്യം വേണം. അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ടിയാണ് എപ്പോഴും ദുആ ചെയ്യേണ്ടത് എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കായിക പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് പ്രസക്തി കൽപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത് കാണാം, കാന യതതറസ്സു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തുർസിൻ വാഹിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കളരിപ്പയറ്റിന്റെ പരിചയ വെച്ചുള്ള അഭ്യാസ പ്രകടനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം